ഹലോ ഫ്രണ്ട്സ്, ഏഞ്ചൽ ഏവരിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോയിലെ വിഷയം ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ ബ്രീഡിംഗ് സെറ്റപ്പ്, അതുപോലെ തന്നെ നമ്മുടെ ഏവരില അതിനുവേണ്ടി പെയർ ചെയ്ത പുതിയ മ്യൂട്ടേഷൻ ആയിട്ടുള്ള ബേഡുകൾക്ക് വേണ്ടി പെയറിങ് ചെയ്തതിൻ്റെ പ്രോഗ്രസ്, അതുപോലെ ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ ബ്രീഡിങ്ങിൽ പുതിയ തുടക്കക്കാരായിട്ടുള്ള ആളുകൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ ഫുൾ ഇൻഫർമേഷൻ വീഡിയോസാണ്. അതായത് ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ ബ്രീഡിങ്ങിലും അതുപോലെ ആഫ്രിക്കൻ ലവ് ബേഡ്സിനെ എടുത്തു കഴിഞ്ഞാൽ തുടക്കക്കാരായി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ ബേഡുകളെ സെലക്ട് ചെയ്യണം, അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. തുടക്കക്കാരുടെ ആൾക്കാർ തീർച്ചയായിട്ടും മസ്റ്റ് വാച്ച് ദിസ് വീഡിയോ. എന്നാൽ പിന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആഫ്രിക്കൻ ലവ് ബേഡ്സിൽ 9 സ്പീഷീസാണ്. അതിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ അത്യാവശ്യം ബ്രീഡർമാരുള്ള വെറൈറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ 4 വെറൈറ്റീസാണ്. അത് ഫിഷർ, മാസ്ക്, അതുപോലെ പീച്ച്, നയാസ, ഈ 4 വെറൈറ്റിയാണ്. പിന്നെ അതുപോലെ ചെറിയ തോതിൽ ബ്ലാക്ക് ചീക്ക് ബേഡുകളുണ്ട്. ചെറിയ തോതിൽ ഒരു 100-ലൊരു 10% ആൾക്കാരുടെ കയ്യിൽ ബ്ലാക്ക് ചീക്ക്ഡ് ബേഡുകളുണ്ട്. നമ്മുടെ കയ്യിൽ കുറച്ച് ബേഡുകളുണ്ടായിരുന്നു, 1-2 പേർ ഇപ്പോഴും നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഫിഷർ, മാസ്ക്, അതാണ് ഞാൻ കൂടുതൽ എൻ്റെ ഏവരിൽ ബ്രീഡ് ചെയ്യിക്കണത്. ഫിഷറിൽ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 12-15 മാസം പ്രായമുള്ള ബേഡുകൾ നമുക്ക് ബ്രീഡിങ്ങിന് സെറ്റ് ചെയ്യാം. അത് 2 രീതിയിൽ നമുക്ക് ബ്രീഡിങ്ങിൽ ബേഡുകളെ സെലക്ട് ചെയ്യാം. ഫസ്റ്റത്തെ പെയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൈയിങ് കേജിൽ കുറച്ച് ബേഡുകളെ സെറ്റ് ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് പെയർ സെറ്റായിട്ട് വന്ന ബേഡുകളെ മാറ്റി ബ്രീഡിംഗ് ബോക്സ് വെച്ചിട്ട് അങ്ങനെ ബ്രീഡിങ്ങിൽ സെറ്റ് ചെയ്യാം നമുക്ക്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫോഴ്സ് ചെയ്ത്, അതായത് ഒരു ബേഡിനെ നമ്മൾ പുറത്തുനിന്ന് ഇപ്പോൾ എടുത്ത് ഒരു ഹെവി മ്യൂട്ടേഷൻ ആയിട്ടുള്ള ഒരു റെയർ ആയിട്ടുള്ള ഒരു മ്യൂട്ടേഷൻ ബേഡ് നമ്മൾ പുറത്തുനിന്ന് എടുത്ത് കഴിഞ്ഞാൽ അതിനെ കൊണ്ടുവന്ന് നമ്മൾ ഏത് ബേഡോട്ടാണ് പെയർ ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ക്വാളിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇച്ചിരി സ്ട്രോങ്, നല്ല ഹെൽത്ത് സ്ട്രോങ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വൈൽഡ് ഷോ ലൈൻ ബേഡുകളൊക്കെ പെയർ ചെയ്യിക്കും. അങ്ങനെയാണ് സാധാരണ ബ്രീഡർമാർ, അതായത് നല്ല രീതിയിൽ ചെയ്യണം ബ്രീഡർമാർ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറയണത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഫോഴ്സ് പെയർ ചെയ്യിക്കേണ്ടി വരും പെയറിങ്. അപ്പോൾ അങ്ങനെ ചെയ്യിക്കാം. അപ്പോൾ ഇതിലത്തെ റിസൾട്ട് എന്ന് പറയണമെങ്കിൽ നമുക്ക് ഫ്ലൈയിങ് കേജിൽ നിന്ന് ഇപ്പോൾ നോർമലായിട്ട് ബോണ്ടായിട്ടുള്ള നല്ല ബോണ്ടായിട്ടുള്ള പെയറുകൾ സെറ്റായി കിട്ടണം. ആ പേരൻസിൻ്റെ നിന്ന് ഇറങ്ങണ എണ്ണത്തിൽ കൂടുതലായിരിക്കുള്ളൂ. അപ്പോൾ അവർ ഒരു 4 എഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 4 എഗ്ഗും വിരിയിച്ച് അവർ പുറത്തിറക്കി തരും, ചിക്സുകളെ റേസ് ചെയ്ത് പുറത്തിറക്കി തരും. ഈ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫോഴ്സ് ചെയ്ത് പെയർ ചെയ്ത് അവർ ബ്രീഡിംഗ് ബോക്സ് സെറ്റ് ചെയ്ത് ബേഡുകൾ ബ്രീഡ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എഗ്ഗ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ എഗ്ഗും വിരിഞ്ഞ് ചിക്സുകൾ പുറത്തിറങ്ങണം എന്നില്ല. കാരണം നല്ല ബോണ്ടഡ് പെയർ മാത്രമേ നല്ല രീതിയിൽ ബേഡുകളെ ഫീഡ് ചെയ്ത് റേസ് ചെയ്ത് പുറത്തിറക്കി തരും. സാധാരണ ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യണ പേരൻസ്, അതായത് ഫോഴ്സ് ചെയ്ത് നമ്മൾ പെയർ ചെയ്യിക്കണ പേരൻസിൻ്റെ എഗ്ഗുകൾ മാത്രം എടുത്ത് മറ്റുള്ള ഫോഴ്സഡ് പേരൻസിനെ വെച്ചിട്ട് അങ്ങനെയാണ് വിരിയിച്ച് പുറത്തിറക്കി തരുന്നത്. അപ്പോൾ അങ്ങനെ 2 രീതിയിൽ നമുക്ക് ബേഡുകളെ പെയർ ചെയ്യിക്കാം. ആ 2 രീതിയിൽ ബ്രീഡ് ചെയ്ത് അല്ലെങ്കിൽ അവർ എഗ്ഗ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോസ്റ്റർ പേരൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോസും അതിനു മുമ്പ് നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബ്രീഡിങ്ങിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ച ഇൻഫർമേഷൻ വീഡിയോസിൽ എല്ലാത്തിലും ഞാൻ പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യമാണ് ഫോസ്റ്റർ പേരൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫ്യൂച്ചറിൽ നല്ല ക്വാളിറ്റി ബേഡുകളാണ് ബ്രീഡിങ്ങിന് സെറ്റ് ചെയ്ത് പുറത്തിറക്കാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കളക്ഷൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോസ്റ്റർ പേരൻസ് ഒരു മുഖ്യ ഘടകമാണ് ബ്രീഡിങ്ങിൽ, പ്രത്യേകിച്ച് അത് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നല്ല ബോണ്ടഡായിട്ടുള്ള പെയറുകൾ എങ്ങനെ മനസ്സിലാക്കാം, അതിൻ്റെ സിംറ്റംസ്. ഒരു പെയർ ഇപ്പോൾ ഒരു പെയറായിട്ട് നമ്മൾ ബേഡിനെ എടുത്തു കഴിഞ്ഞാൽ അവർ പെയറായോ എന്നറിയാൻ വേണ്ടി ഈ വീഡിയോയിൽ കാണുന്ന കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയുള്ള രീതികൾ നിങ്ങളുടെ ഏവരിലുള്ള ബേഡുകൾ തമ്മിൽ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് നല്ലൊരു പെയറാണ്. ഏകദേശം ഞാനിത് പോസ് ചെയ്ത പെയറാണ്. നല്ല രീതിയിൽ ഒരു പെയർ സെറ്റായിട്ടുണ്ട്. 4 എഗ്ഗ് ചെയ്തിട്ടുണ്ട്, അതിൽ 2 എഗ്ഗ് വിരിഞ്ഞ് ചിക്സുകളായിട്ടുണ്ട്. അതൊരു നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഫ്ലൈയിങ്ങിൽ നമ്മൾ സെറ്റ് ചെയ്യണം അതേ ഒരു ബോണ്ടഡ് തന്നെ ഈ ഒരു പെയർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
അപ്പം അങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് ഇതിനകത്ത് ഇറങ്ങാം. ഇപ്പം ഇവരുടെ എഗ്ഗുകൾ ഞാൻ മാറ്റി വെച്ചിട്ടില്ല, കാരണം ഫസ്റ്റത്തെ പെയറിംഗ് ആണ്. അപ്പോൾ അതിൽ നിന്ന് ചിക്സുകൾ, അതായത് എഗ്ഗുകൾ വിരിഞ്ഞ് ഇവരെത്ര എഗ്ഗുകൾ വിരിഞ്ഞ് എത്ര കുഞ്ഞുങ്ങൾ ഇവർ പുറത്തിറക്കും അത് നോക്കിയിട്ടാണ് പിന്നെ അടുത്ത പെയറിങ്ങിൽ അടുത്ത ബ്രീഡിങ് അത് മാറ്റാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവർക്ക് വലിയ കുഴപ്പമില്ല, അതുകൊണ്ട് ഈ രീതി തന്നെ അങ്ങോട്ട് അവർക്ക് വിട്ടുകൊടുത്തു ചിക്സുകളുടെ കാര്യം. പിന്നത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഫുഡ്. ഇപ്പോൾ ഈ ഇത് ഫ്ലൈയിങ് കേജാണ്, ഇതിൽ ഫുഡുകൾ ബേഡുകൾ കൊടുക്കണം. ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ മഴക്കാലത്തെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും, അതായത് പൂപ്പലടിക്കണ സാധനത്തെക്കുറിച്ച്. ഇപ്പോൾ ഒരു മഴക്കാലമല്ല, ഇപ്പോഴത്തെ എൻ്റെ ഈ വീഡിയോ എടുക്കുന്ന സമയം എന്ന് വെച്ചാൽ ഒരു മഴ ഉള്ള സമയമല്ല, ഒരു അത്യാവശ്യം നല്ല ഒരു വെയിലൊക്കെ ഉള്ള സമയമാണ് ഈ പറഞ്ഞ വെജിറ്റബിൾസ്, അതുപോലെ തന്നെ സ്പ്രൗട്ടുകൾ, അതുപോലെ തന്നെ പെല്ലറ്റ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇപ്പോൾ ഫ്ലൈയിങ് കേജിൽ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ രീതിയിലുള്ള ഫുഡുകൾ ഫീഡ് ചെയ്യുക. തെന മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, കാലാവസ്ഥ അനുസരിച്ചിട്ട് അവർക്ക് ഫുഡുകൾ ഫീഡ് ചെയ്യാം. അതായത് കാലാവസ്ഥ, ഇപ്പോൾ മഴ കാലാവസ്ഥ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെല്ലറ്റുകൾ കൊടുക്കാം, ഡ്രൈ ആയിട്ടുള്ള സീഡ് മിക്സ് കൊടുക്കാം. മഴ ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ വെജിറ്റബിൾസ് കൊടുക്കാം, സ്പ്രൗട്ട്സുകൾ കൊടുക്കാം, അങ്ങനെ ബേഡുകൾ. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പേരൻസിന് അങ്ങനെ ബ്രീഡിങ് ടൈമിൽ അങ്ങനെ ബേഡുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഇറങ്ങണ ചിക്സുകൾ നല്ല ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ഗ്രോത്ത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ പഫ് ഫെതേഴ്സ് നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോസിലൊക്കെ പറയേണ്ടിയിരിക്കും. എന്നാലും ഇപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയാണ് ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയണത്. ബ്രീഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ചിക്സുകൾക്ക് നല്ല ഹെൽത്ത് ഉണ്ടാകുന്ന അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പഫ് ഫെതേഴ്സ് നല്ല തിക്കായിരിക്കും. കാരണം ഈ കാണുന്ന ആ പഞ്ഞി പോലെ ഇരിക്കണ പൂട, അതാണ് പഫ് ഫെതേഴ്സ് എന്നുള്ളത്. അത് നല്ല തിക്കാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിൻ്റെ പേരൻസ് നല്ല രീതിയിലാണ് ഫീഡ് ചെയ്യണമെന്ന് മനസ്സിലാക്കുക. അത് തിക്കല്ലാതെ വരുമ്പോഴാണ് പേരൻസ് നല്ല രീതിയിൽ ഫീഡ് ചെയ്യണമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ബേഡുകളിലെ ചിക്സുകളെ മാറ്റി വെക്കുക, അല്ലെങ്കിൽ എഗ്ഗ് എടുത്ത് മാറ്റി ഫോസ്റ്റർ പേരൻസിനെ ഏൽപ്പിക്കുക. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്, ഫോസ്റ്റർ പേരൻസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഘടകമാണ്. നമുക്ക് ഫ്യൂച്ചറിൽ നല്ല നല്ല ബേഡുകളെ സെറ്റ് ചെയ്യുക. സാധാരണ ഒരു നോർമലി ഇപ്പോൾ ഒരു ഹെവി മ്യൂട്ടേഷൻ ബേഡുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 100ൽ 50 അല്ലെങ്കിൽ ഒരു 40% പേരൻസ് മാത്രമേ നല്ല രീതിയിൽ ചിക്സുകളെ ഫീഡ് ചെയ്ത് പുറത്തിറക്കി തരുള്ളൂ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഫോസ്റ്റർ പേരൻസ് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഏവിയറിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ ബ്രീഡിങ്, ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ ബ്രീഡിങ് നല്ല രീതിയിൽ ചെയ്യാൻ, നല്ല റിസൾട്ട് ഉണ്ടാകാൻ തീർച്ചയായിട്ടും ഫോസ്റ്റർ പേരൻസ് സെറ്റ് ചെയ്യുക. അത് തുടക്കക്കാരായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഏവിയറിലെ ബേഡുകൾ ഏതൊക്കെ ബേഡുകളാണ് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്ത് പുറത്തിറക്കുന്നത്, അതനുസരിച്ചിട്ട് ആ ബേഡുകളെ ഫോസ്റ്റർ പേരൻസ് എടുത്ത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ മാസ്ക് വെറൈറ്റി ഫിഷറിനേലും നല്ല രീതിയിൽ കെയർ ചെയ്ത് ചിക്സുകളെ വിരിയിച്ച് പുറത്തിറക്കി തരും. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഒരു മാസ്കാണ് കൂടുതൽ ചിക്സുകളെ വിരിയിച്ച് ഫീഡ് ചെയ്ത് പുറത്തിറക്കി തന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് സീഡ് മിക്സ് ചൂടാക്കി ബേഡുകൾക്ക് വെച്ച് കൊടുക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ പുറത്ത് ഒരുപാട് കമൻറ്റ് വന്നതാണ് യൂട്യൂബിലും അതുപോലെ വാട്സപ്പിലും. അത് സീഡ് മിക്സ് ഇതേ രീതിയിൽ വാഷ് ചെയ്ത് ആ വെള്ളം വറ്റി ഇതേ രീതിയിലാക്കിയിട്ട് ബേഡുകൾക്ക് ഫീഡ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ പൂപ്പൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഏവിയറിൽ ബേഡുകൾക്ക് ഉണ്ടായില്ല. കാരണം നേരത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു 4 ബേഡുകൾ ഡെഡായത് ഈ ഫംഗൽ ഇൻഫെക്ഷനാണ്. അതായത് സീഡ് മിക്സിൽ പൂപ്പലടിച്ചിട്ട് അതിൻ്റെ അകത്ത് ഫംഗസ് ഉണ്ടായി, അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ അടിച്ചിട്ടാണ് ആ ബേഡുകൾ ഡെഡായത്. അപ്പോൾ ഇതേ രീതിയിൽ മഴക്കാലത്ത് ചീനച്ചട്ടിയിൽ ഇങ്ങനെ സീഡ് മിക്സ് കഴുകി ചൂടാക്കിയിട്ട് ബേഡുകൾക്ക് ഫീഡ് ചെയ്യാം, ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ബേഡുകളെ പെയറിങ്ങിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ബേഡിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിക്കും ഈ ഗ്രീൻ ഇൻഡ് ചെയ്യണം എന്തിനാണ്, ഗ്രീൻ ബേഡുകളെ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കണം എന്തിനാണ്. നമ്മൾ ഏത് ബേഡുകളെ അത് മ്യൂട്ടേഷനെ കുറിച്ച് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗ്രീനാണ് ഉണ്ടായത്, അതിനുശേഷമാണ് മറ്റുള്ള മ്യൂട്ടേഷൻ ബേഡുകളൊക്കെ ഉണ്ടായത്. അപ്പോൾ ഗ്രീൻ ഒരു മാജിക് കളറാണ് ഗ്രീൻ എന്ന് പറയുന്നത്, ഒരു മാജിക്കാണത്. ആ ഗ്രീൻ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഏതൊരു ഹെവി മ്യൂട്ടേഷൻ, ഇപ്പോൾ ഒരു റെയർ മ്യൂട്ടേഷൻ ആണെങ്കിലും അതിൻ്റെ സ്പ്ലിറ്റുകളെ കൂടുതലുണ്ടാക്കിയെടുക്കുന്നത് ഗ്രീൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇനി ഏത് വീഡിയോസ് വാച്ച് ചെയ്യാനും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഗ്രീൻ ഒരു പ്രത്യേക കഴിവുണ്ട്, കാരണം ഉള്ള കളറിനെ കൂട്ടാനും ആരോഗ്യം വർദ്ധിപ്പിക്കാനും ഗ്രീനെ കൊണ്ടേ പറ്റുള്ളൂ. മറ്റുള്ള ഏത് കളറിലൂടെ പെയർ ചെയ്താലും ഗ്രീനിൻ്റെ അകത്ത് ഇറങ്ങുന്ന ചിക്സുകളും മറ്റുള്ള ഏത് കളറിൽ നിന്ന് ഇറങ്ങുന്ന ചിക്സുകളും ആ ഒരു ക്വാളിറ്റിയും ആ ഒരു ആരോഗ്യവും കിട്ടില്ല.
അപ്പോൾ ഗ്രീൻ എപ്പോഴും നമ്മുടെ ഏരിയയിൽ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. നല്ല ബ്രീഡർമാരെ ഇന്ന് മാർക്കിങ്ങുള്ള ഗ്രീൻ ആയിരിക്കും. ഒപ്പലയാണെങ്കിൽ ശരി, ഫിഷറാണെങ്കിൽ ശരി, മാർക്കിങ്ങുള്ള ഗ്രീൻ ബേഡുകൾ എവിടെ കണ്ടാലും ക്വാളിറ്റി ചെയ്യണം. അല്ലെങ്കിൽ ക്വാളിറ്റി ആയിട്ട് ബേഡുകൾ നല്ല ഭംഗിയുള്ള കളക്ഷൻ നിങ്ങളുടെ ഏരിയയിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗ്രീൻ ബേഡുകൾ കളക്ട് ചെയ്ത് കയ്യിൽ വെക്കുക. അതൊരു ട്രിക്കാണ് ഇതില്ല, അത് മനസ്സിലാക്കുക ആദ്യം. ഇപ്പോൾ നമ്മുടെ ബ്രീഡിങ്ങിൽ ഇപ്പോൾ ഈ കാണുന്ന ബേഡെന്നതിൽ ഗ്രീൻ ഫിഷർ ഒപ്പലൈൻ സ്പ്ലിറ്റ് ബ്ലൂ ആണ്. ഇതൊക്കെ ഞാൻ വൈൽഡ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ബേഡുകളുടെ ആരോഗ്യവും അതുപോലെ തന്നെ അതിൻ്റെ മാർക്കിങ്ങും അതിൻ്റെ സ്ട്രക്ചറൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വൈൽഡ് ഷോ ലൈൻ ബേഡുകളെ സഹായത്തിലേ നടക്കുള്ളൂ. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോസും ഷോർട്ട് വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. വൈൽഡ് ഗ്രീൻ ഫിഷർ എന്താണ്, അതിൻ്റെ ക്വാളിറ്റി എന്താണല്ലോ, അത് ബേഡുകൾ എങ്ങനെ മനസ്സിലാക്കാമെന്നൊക്കെയുള്ള വീഡിയോസ് നമ്മൾ യൂട്യൂബ് ചാനലിൽ ഷോർട്ട് വീഡിയോ ആയിട്ടും അതുപോലെ നമ്മുടെ ലോങ് വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ ഒരു വീഡിയോ വൈൽഡ് ഗ്രീൻ ഫിഷറിനൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ വേണമെങ്കിൽ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കണം, നിങ്ങൾ കയറി കണ്ടാച്ചാൽ മതി. അപ്പോൾ അതേപോലത്തെ ഒരു പെയറിങ്ങാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഒരു ഷോലൈൻ വൈൽഡ് ഗ്രീൻ ഫിഷറിൽ നിന്ന് ഇറക്കിയ ഒരു ഒപ്പലൈൻ സ്പ്ലിറ്റ് ബ്ലൂ ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു യൂവിങ് ഒപ്പലൈനായിട്ട് പെയർ ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുനിന്ന് പാർബിൾ ഒപ്പലൈൻ കിട്ടണം, പാർബിൾ യൂവിങ് ഒപ്പലൈൻ കിട്ടണം, ബ്ലൂ ഒപ്പലൈൻ കിട്ടണം, ബ്ലൂ യൂവിങ് ഒപ്പലൈൻ കിട്ടണം. പക്ഷേ ഇറങ്ങണ ഒപ്പലൈൻസിന് ക്ലിയർ കട്ട് ഉണ്ടായിരിക്കണം, നല്ല ഹെൽത്ത് ആയിരിക്കണം. അതിനാണ് നമ്മൾ ഗ്രീൻ കയറ്റണത്. കൂടാതെ നല്ല കളർ വേണം. അറിയാലോ ഇവിടുത്തെ കൂടുതൽ ബ്രീഡർമാർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂവിൻ്റെ ബ്ലൂ, പാർബ്ലൂവിൻ്റെ പാർബ്ലൂ ഒക്കെ ചെയ്ത് ബേഡുകളുടെ കളറുകൾ നരച്ചു പോകും. അതായത് ചെയ്ത് അറിയാൻ പറ്റും. നിങ്ങൾ സാധാരണ വീഡിയോസ് അല്ലെങ്കിൽ സാധാരണ ലോക്കൽ ബേഡുകൾ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ കളറുകളൊക്കെ പോകും. അതായത് കൂടുതൽ ഇങ്ങനെ ബ്രീഡ് ചെയ്ത് അതിൻ്റെ കളർ ഷൈനിങ് പോകും. അപ്പോൾ ഷൈനിങ് കൂടുതലുണ്ടാകാൻ നമ്മൾ എപ്പോഴും ഗ്രീൻ ബേഡുകൾ നല്ല ക്വാളിറ്റിയുള്ള ഗ്രീൻ എവിടെ കണ്ടാലും എടുത്തിട്ടോ, അത് അസറ്റാണ് നിങ്ങൾക്ക്, അത് ശ്രദ്ധിക്കുക. പിന്നെ മാസ്കുകൾ ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു വൈൽഡ് മാസ്കുകൾ. വൈൽഡ് മാസ്കുകൾ ഒരു മോൾട്ടി ഇപ്പോൾ ഈ കാണുന്ന റൈറ്റ് സൈഡിലെ ബേഡ് ഏകദേശം ഒരു 1 ഇയർ ആയിട്ടുള്ള ബേഡാണ്. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ബേഡ് ഏകദേശം ഒരു 6 മാസം പ്രായമായിട്ടുള്ളൂ. അതിൻ്റെ ആ ഒരു മഞ്ഞ കോളറിൽ ഒരു ഷെയ്ഡ് വന്ന് കിടക്കുന്നത്, ആ ഒരു ഷെയ്ഡൊക്കെ പോയി വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10-12 മാസം അത് കഴിഞ്ഞാണ് അതിൻ്റെ ഫുൾ മോൾട്ടിങ് കഴിയുന്നത്. അതിനുശേഷം മാത്രമേ ഇവരെ നമ്മൾ ബ്രീഡിങ്ങിന് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. എന്നാലേ നല്ല റിസൾട്ട് ഉണ്ടാവും, അത് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ബ്ലൂവിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഫിഷറിൽ അതേ സംഭവം തന്നെയാണ് മാസ്കിലും. നമ്മളെപ്പോഴും ഗ്രീൻ ബേഡുകളായിട്ട് പാർബിൾ ആണെങ്കിലും ബ്ലൂ സീരീസ് ആണെങ്കിലും പെയർ ചെയ്താൽ മാത്രമേ അതിൻ്റെ അകത്ത് നമുക്ക് ക്വാളിറ്റി ആയിട്ട് നല്ല കളറും നല്ല മാർക്കിങ്ങും നല്ല സ്ട്രക്ചറുമായിട്ടുള്ള ബേഡുകളെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഗ്രീൻ ബേഡിനോട്ട് പെയർ ചെയ്ത് അതിൻ്റെ അകത്ത് ഇറങ്ങിയ ചിക്സുകളെ നിങ്ങിപ്പോൾ കാണുന്നത്. ഇപ്പോൾ സാധാരണ വൈൽഡ് മാസ്കിന് പോലും ഈ കുഞ്ഞുങ്ങളുടെ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന നാടൻ മാസ്കുകൾ അതിനെ ഗ്രീൻ മാസ്ക് എന്ന് പറയാൻ പറ്റും, വൈൽഡ് മാസ്ക് എന്ന് പറയാൻ പറ്റില്ല. വൈൽഡ് മാസ്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കോളറും അതുപോലെ തന്നെ ഹെഡൊക്കെ നല്ല ഷാർപ്പായിരിക്കും. അതുപോലെ തന്നെ യെല്ലോ കോളർ നല്ല കറങ്ങിയിരിക്കും, നല്ല ബൗണ്ടറികൾ, അതായത് ആ ഗ്രീന്, ആ യെല്ലോ ആൻഡ് ബ്ലാക്ക്, അത് റിങ് പോലെ ഇരിക്കും കറക്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ചിക്സുകളെ കണ്ടെന്നെങ്കിൽ മനസ്സിലാവും. അങ്ങനെയാണ് ആ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ പാർബിളോട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പാർബിൾ ബേഡിനെയും അത് ഗ്രീൻ ബേഡിനെ വെച്ച് നോക്കുമ്പോൾ ഗ്രീൻ ബേഡ് ഇച്ചിരി കൂടി സൈസുണ്ട്, അതിൻ്റെ ഹെഡൊക്കെ നല്ല രീതിയിൽ ഇറങ്ങിയ ഹെഡാണ്. അപ്പോൾ ആ ബേഡ് നമ്മൾ സെലക്റ്റീവായിട്ട് എടുത്തേക്കെന്ന് വെച്ചാൽ ഷോ ലൈൻ ആയിട്ടുള്ള വൈൽഡ് മാസ്ക് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷോ ലൈൻ ബ്ലൂ അല്ലെങ്കിൽ ഈ പാർബ്ലൂ DF വയലറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് കുഞ്ഞുങ്ങളെ ആ ഒരു സൈസിൽ പുറത്തിറക്കണം. ഈ കളർ വെച്ചിട്ട് ഷൈനിങ് ആക്കണം, അതുപോലെ സൈസ് കൂട്ടണം, അതുപോലെ തന്നെ ഈ മാർക്കിങ് പ്രോപ്പറായിട്ടിരിക്കണം. നല്ല ഹെഡും നല്ല കോളറും ഒക്കെ പ്രോപ്പറായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഗ്രീനിൻ്റെ സഹായത്തിൽ നമുക്ക് പറ്റും. അങ്ങനെ സെറ്റ് ചെയ്ത 2 ചിക്സുകളാണ് B1 B2. അപ്പോൾ അത് കൊടുക്കാനോ ഒന്നിനുമല്ല, നമ്മുടെ ബേഡുകളുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാണ് ഇങ്ങനെ പേര് ചെയ്തേക്കണം. അപ്പോൾ നമുക്കിത് രീതിയിൽ ഇപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ നല്ല കളക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ പെയറിങ് ചെയ്യാൻ ശ്രമിക്കുക. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ല കളക്ഷൻ, എനിക്ക് ഒരുപാട് കൂട്ടുകാരറിയാം, എൻ്റെ ഇന്ന് ബേഡുകളെ മേടിച്ച ആൾക്കാരും അല്ലാതെ തന്നെ ഇനി പുതിയതായിട്ട് നമ്മളിന്ന് ബേഡുകൾ ചോദിച്ചു വെച്ചേക്കുന്ന ആൾക്കാരുടെ അടുത്തും ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ തന്നെയാണ് ഞാൻ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത്. നല്ല കളക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണം.
വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് ബേഡുകൾ നല്ല രീതിയിൽ ഇറങ്ങി കിട്ടുള്ളൂ. കാരണം അല്ലാണ്ട് നമുക്ക് ഒരു ബേഡിന് നമ്മൾ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഫണ്ട് ഇറക്കേണ്ടി വരും. അപ്പോൾ ആ ഫണ്ടില്ലാതെ നമുക്ക് ബേഡുകളെ സെറ്റ് ചെയ്യാനുള്ള ട്രിക്കുകളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. അതെല്ലാവരും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നല്ല നല്ല ചിക്സുകളെ പ്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പോൾ ഈ കാണുന്ന ബേഡുകൾ എന്ന് പറഞ്ഞാൽ ബെൽജിയം ലൈനേജ്, അതുപോലെ തന്നെ പീറ്റർഷ്യൻ ലൈല, വൈൽഡ് മാസ്കിനെ തമ്മിൽ പെയർ ചെയ്ത് അതിൻ്റെ അകത്ത് ഇറങ്ങിയ 3 ചിക്സുകളാണ് ഈ കാണുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു ബേഡിൻ്റെയൊക്കെ ക്വാളിറ്റി എന്ന് പറഞ്ഞെങ്കിൽ ഇത്ര ചെറുപ്പത്തിൽ അതിൻ്റെ കോളർ നല്ല കറങ്ങിയിരിക്കും. അതായത് യെല്ലോ കോളർ എന്ന് പറഞ്ഞാൽ ഷാർപ്പായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഞ്ഞ, ആ ബ്ലാക്ക്, ആ ഗ്രീൻ തമ്മിൽ മിക്സ് ആകാൻ പാടില്ല. അങ്ങനെ റിങ്ങായിട്ടിരിക്കണം. എന്നാൽ മാത്രമേ ഒരു ക്വാളിറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ. വെറുതെ കുറേ ബേഡെടുത്തിട്ട് ക്വാളിറ്റിയുള്ള ബേഡെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ നോക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈനേജാണ്. ഒരു ബെൽജിയം ലൈനേജ്, അതിൽ തന്നെ ഒരു പീറ്റർഷ്യൻ ലൈന ബേഡിനെ പെയർ ചെയ്ത് അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് പുതിയൊരു ലൈൻ ബേഡുകൾ നമുക്ക് കിട്ടും. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ നിൽക്കണ ബേഡ് ഫീമെയിൽ ബേഡാണ്. അതൊരു പീറ്റർഷ്യൻ ലൈനില ഒരു ഫീമെയിൽ ബേഡാണ്, വൈൽഡ് മാസ്ക്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഇപ്പം മെഷീനിൽ ഇരിക്കണ റൈറ്റ് സൈഡിൽ അറ്റത്തെ ബേഡ് അത് ഒരു ബെൽജിയൻ ലൈനേജ് ബേഡാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇറങ്ങിയ 3 ചിക്സാണ് ഈ നിൽക്കുന്നത്. 3 ബേഡിനെ കണ്ടറിയാം ആ ബേഡിൻ്റെ ക്വാളിറ്റി. ആ പെറിച്ചിരിക്കുന്ന ബേഡുകളെ കണ്ടറിയാം അതിൻ്റെ ആ ഒരു ചെസ്റ്റും അതിൻ്റെ ഒരു കോളറും കാര്യങ്ങളൊക്കെ. ഏകദേശം 10-15 ദിവസം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളായി കാണുന്നത്. ഏകദേശം ചിലപ്പോൾ ഏറ്റവും ഇളയതൊക്കെ ഒരു 14-13 ദിവസം, മറ്റേത് ഏകദേശം 10-18 ദിവസമൊക്കെ പ്രായം ഉണ്ടാവും വലിയ ചിക്സിനൊക്കെ. അപ്പം അതിൻ്റെ ആ ക്വാളിറ്റി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇൻബോട്ട് ലൈനേജ് ബേഡിൻ്റെയും അതൊരു സാധാരണ നോർമൽ ബേഡുകളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അതെല്ലാവരും വാച്ച് ചെയ്യുക, അതെല്ലാവരും ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ബേഡുകളെ കളക്ട് ചെയ്യുക. ക്വാളിറ്റി ഡെവലപ്പ് ചെയ്ത് നല്ല കളക്ഷൻ ഉണ്ടെങ്കിൽ ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുക, മുന്നോട്ട് പോകുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ ഉപകാരപ്പെടുന്ന വീഡിയോകൾ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ വീണ്ടും കാണാം നല്ലൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും ബൈ.